ആ മേറ്ററെ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേറ്ററിൻ്റെ ഓരോ ഭാഗം പിടിച്ചിട്ട് ചർച്ചക്കൊന്നും ഞാൻ പാർട്ടി നേതാവ് പുസ്തകം എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെ ചോദിക്കുക. പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ആയിട്ട് ആലോചിക്കേണ്ടിയില്ല. ഇല്ലില്ല, അത് കാരണം എഴുതി പൂർത്തിയാക്കിയില്ലല്ലോ ചേരെ. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്? അല്ല, ജയരാജൻ തന്നെ പറഞ്ഞല്ലോ അത് ശരിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ജയരാജൻ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്ക് എടുക്കുന്നത്. മറ്റു പാർട്ടിൻ്റെ കാര്യം ഇത് ചർച്ച ചെയ്തു ഇതുവരെ. ഇന്ന് രാവിലെ വന്നത് ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയും ചർച്ച ചെയ്യുക. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജയരാജൻ എന്ന് പറഞ്ഞത്. ഞാൻ കേട്ടതല്ല, പിന്നെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടുന്നു. ആയിക്കോട്ടെ, ഉടനൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, എന്തുകൊണ്ട് ഇന്ന് 2 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചൂടെ? എന്നാൽ ഇത്ര സമയം പറയുന്നുണ്ട്. എഴുതി പൂർത്തീകരിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിക്കാമല്ലോ. നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണിത്. അതാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. പോരെ, ഏത് ബുക്കിൻ്റെ ഭാഗത്തായ DC ബുക്കാണോ വേറെ ഏതെങ്കിലും ബുക്കാണോ ഞാൻ പറയുന്നില്ല. ഏത് ബുക്സിൻ്റെ ഭാഗമായിട്ടും അവർ ഒരു മാർക്കറ്റ് സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഉപയോഗിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അത് ഏത് ആയുധമാക്കി ഉപയോഗിക്കാത്തത്? ഇതേവരെ പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതെല്ലാം വലിയ ഗൗരവം ഉണ്ടായിട്ടാണ്. ഇമാരുടെ തന്നെയാണ് ഉപയോഗിക്കല്. എങ്ങനെയും പ്രതികരിക്കില്ല, ഒരു തിരിച്ചടി ഉണ്ടാവില്ല. പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതെല്ലാം വലിയ ഗൗരവം ഉണ്ടായിട്ടാണ്. ഇമാരുടെ തന്നെയാണ് ഉപയോഗിക്കല്. എങ്ങനെയും പ്രതികരിക്കില്ല, ഒരു തിരിച്ചടി ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് വേളകളെല്ലാം തന്നെ ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം ഉണ്ടായത് മാത്രം ശ്രദ്ധയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകും. EPA ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ഉത്തരവാദി പാർട്ടി ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് പോകുമോ? അതായത് വലിയ രീതിയിൽ പാർട്ടി അടക്കം പ്രതിഷേധമാക്കുന്നതാണ്. ഒരു നിയമം പാർട്ടിക്ക് തന്നെ സ്വീകരിക്കാവുന്നതല്ലേ? കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ ഒട്ടും അടിസ്ഥാനരഹിതമായി അദ്ദേഹത്തിനെ പറഞ്ഞു. അപ്പോൾ മാഷിന്റെ വാക്കുകൾ അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് തന്നെ അതിനകത്തൊരു നിയമ നടപടിക്ക് പോയിക്കൂടെ? കൃത്യം പറഞ്ഞാൽ പോണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അത് ചെയ്യാവുന്ന അഭിപ്രായം അല്ലേ? നമുക്ക് പരിഗണിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പരിഗണിക്കാന്നാ പറഞ്ഞു. സ്വീകരിക്കുമെന്നല്ല ചോദിച്ചു, പരിഗണിക്കുമെന്ന് ചോദിച്ചു. അതെ, പരിശോധിക്കാം. ആകെ ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ല, ഇത് മറ്റ് വാർത്തകൾ കൊണ്ടുവന്നെയാണ്. അതെ, അതൊക്കെ ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിനെപ്പറ്റി വേറെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ? അല്ല, ഇല്ലെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാക്കാന്ന് ചോദിച്ചു. അതെല്ലാം കേസിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം. അത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. പുതിയ ചോദ്യം ചോദിക്കും. നിങ്ങൾ പുതിയ കാര്യം നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. അദ്ദേഹം പറഞ്ഞില്ലേന്ന് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തുന്ന വല്ല കാര്യമുണ്ടോന്ന്? അല്ലാതെ വ്യക്തമായി
നിങ്ങൾക്ക് എങ്ങനെയും കാണാം. ഞങ്ങൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. ജയരാജൻ അറിയാതെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ അതിശക്തിയായിട്ട് പ്രതികരിക്കുകയും അതിന് നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കിനും മറുപടി പറയാനൊന്നും എനിക്ക് ബാധ്യതയില്ല കേട്ടാ. നിങ്ങൾ 4 പ്രാവശ്യം ചോദ്യം ചോദിക്കുന്നു. 4 പ്രാവശ്യം ചോദിച്ച ഒരേ ചോദ്യമാണ്. അതിന് പക്ഷേ പല രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അസാധാരണമായ വിധം ഇത്തരത്തിലൊരു കണ്ടന്റ് ഇ.പി. ജയരാജൻ ഒരു ആത്മകഥ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പ്രതികരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇ.പി. പുറത്തു വന്ന വാർത്തകൾ തെറ്റാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. വാർത്തകളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് CPMന്റെ നിലപാട് വ്യക്തമാക്കപ്പെടുന്നത്. ഇ.പി. വിവാദത്തിൽ ഇ.പി. ജയരാജൻ പറഞ്ഞ കാര്യങ്ങളെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ഇ.പി. അവിശ്വസിക്കാൻ ഒരുക്കമല്ല എന്നാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ബോധപൂർവം പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായി ആണ് കാണുന്നത് എന്നാണ് ഇ.പി. ജയരാജനെ ആയി ബന്ധപ്പെട്ട വിവാദത്തിൽ എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത് ഇ.പിയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. പാർട്ടിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ ഉള്ളത്. മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നു എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട വിമർശനവും ആരോപണവും. ഇ.പി. വിവാദത്തിലെ എം.വി. ഗോവിന്ദന്റെ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ഇ.പി. ജയരാജനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതാണ്. താൻ എഴുതിയ ഭാഗങ്ങളല്ല ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകം ആരെയും പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ആലോചനകളിലേക്ക് പോലും കടന്നിട്ടില്ല. ആത്മകഥ രചനയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് മാത്രമാണ് ഇ.പി. ജയരാജന്റെ പ്രതികരണം നേരത്തെ വന്നത്. ആ പ്രതികരണത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് CPIM നേതൃത്വം. അതുകൊണ്ട് ഇ.പി. ജയരാജനെ തള്ളിക്കളയാതെ ഇ.പി. ജയരാജനെ വിശ്വസിക്കുന്നു എന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ രാവിലെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ശരിയായ രീതിയിൽ ഒരു പ്രതികരണം നൽകിയില്ല. വാർത്തകൾ മാധ്യമങ്ങൾക്ക് ആവശ്യമാണ്, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DCEയെ സംബന്ധിച്ച് ബിസിനസ് ആവശ്യമാണ്, അതാണ് DC-യുടെ നിലപാടിലൂടെ DC ബുക്സിൻ്റെ നിലപാടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞ് ഒഴിയുകയായിരുന്നു CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറയുന്നത് ഇതിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. പാർട്ടിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. ഇ.പി. ജയരാജനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അല്പം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.